ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രാമൃതത്തിൽ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരസ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിൽ 18 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. 19ാമത്തെ ശ്ലോകം ത്രയക്ഷദീന സത്കൃപാകടാക്ഷതേ നമഃ ശിവായ ദക്ഷ സപ്തതന്തുനാശ ദക്ഷതേ നമഃ ശിവായ ഋക്ഷരാജഭാനുപാവകക്ഷതേ നമഃ ശിവായ രക്ഷ മാം പ്രപന്നമാത്ര രക്ഷതേ നമഃ ശിവായ. ത്രയക്ഷദീന സത്കൃപാകടാക്ഷതേ നമഃ ശിവായ. ത്രയക്ഷ സംബോധനയാണ്. ത്രിയക്ഷൻ 3 കണ്ണുകളോട് കൂടിയവൻ. ശിവന് 3 കണ്ണുകൾ വേദപ്രസിദ്ധങ്ങളാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയാണ് ശിവനേത്രങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ എന്നീ 2 കണ്ണുകളും ഫലദേശത്ത് 3ാം കണ്ണായി അഗ്നിയും. ആ അഗ്നി ജ്ഞാനാഗ്നിയാണ്. ജ്ഞാനാഗ്നിയാണ് ഭഗവാന്റെ 3ാമത്തെ കണ്ണ്. അങ്ങനെ 3 കണ്ണുകളോടൊത്തവനാണ്. ഭൂത വർത്തമാന ഭാവികളെയെല്ലാം ഒരുപോലെ കാണുന്നവനാണ്. 3 വേദങ്ങളാകുന്ന കണ്ണുകളോടൊത്തവനാണ്. അങ്ങനെ പല പ്രകാരം ശിവൻ്റെ 3 കണ്ണുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഹേ ത്രയക്ഷ, ദീനസത്കൃപാകടാക്ഷ, ദീനന്മാരിൽ ദുഃഖിതന്മാരിൽ സത്കൃപാകടാക്ഷത്തോടു കൂടിയവൻ. കടാക്ഷം എന്നാൽ കടക്കണ്ണോട്ടമാണ്. കടക്കണ്ണോട്ടം. അപ്പോൾ ദീനന്മാരിൽ അങ്ങേയറ്റം ദുഃഖിതന്മാരിൽ സത്കൃപയെ ചൊരിയുന്ന, സത്തായ ശരിയായ പൂർണ്ണമായ കൃപയെ, ദയയെ, കാരുണ്യത്തെ പ്രസരിപ്പിക്കുന്ന കടക്കണ്ണോട്ടത്തോടു കൂടിയത്. ആരുടെ കടക്കണ്ണോട്ടമേറ്റാൽ എല്ലാ ദീനർക്കും സദ്ഫലം ലഭിക്കുന്നുവോ അങ്ങനെയുള്ളവൻ. ഹേ ഭഗവാനെ, നിനക്കായിക്കൊണ്ട് നമസ്കാരം. ദക്ഷ സപ്തതന്തുനാശ ദക്ഷതേ നമഃ ശിവായ. സപ്തതന്തു നാശദക്ഷൻ. സപ്തതന്തു. സപ്തതന്തു എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ദക്ഷസപ്തതന്തുനാശൻ. ദക്ഷൻ്റെ, ദക്ഷ പ്രജാപതിയുടെ 7 തലമുറകൾ നശിപ്പിക്കുന്നവൻ. അഥവാ സപ്തതന്തു എന്നുള്ളതിന് 7 തലമുറകളിലേക്ക് പുണ്യത്തെ സമ്പാദിക്കുന്നത് എന്ന അർത്ഥത്തിൽ യാഗം എന്നർത്ഥം പറയാം. അപ്പം ദക്ഷ സപ്തതന്തു എന്ന് പറഞ്ഞാൽ ദക്ഷയാഗം. ഇനി സപ്തതന്തു എന്നുള്ളതിന് സപ്തങ്ങൾ 7 തന്തുക്കളോട്, ധാരകളോട് കൂടിയ, 7 ധാരകളോട് കൂടിയ എന്ന് പറയുമ്പോൾ അഗ്നി എന്നാണ് അർത്ഥം. കാളി, കരാളി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ്ണ തുടങ്ങി 7 നാവുകളോട്, ധാരകളോട് കൂടിയതാണ് അഗ്നി. അപ്പം ദക്ഷൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ ദക്ഷയാഗം. ആ ദക്ഷാഗ്നിയെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ, സമർത്ഥനായവൻ. ദക്ഷപ്രജാപതിയുടെ 7 തലമുറകളെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ. ദക്ഷയാഗത്തെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങളിൽ പറയാം.
അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് ഋക്ഷരാജ ഭാനുപാവകാക്ഷതേ നമ ശിവായ. ഋക്ഷരാജൻ, ഭാനു, പാവകൻ എന്നീ 3 അക്ഷങ്ങളോടുകൂടിയ, ഋക്ഷരാജൻ എന്നാൽ ചന്ദ്രൻ എന്നർത്ഥം, ഭാനു സൂര്യൻ, പാവകൻ അഗ്നി. അപ്പോൾ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നീ അക്ഷങ്ങളോട് കണ്ണുകളോട് കൂടിയവൻ. നേരത്തെ ത്രിയക്ഷ എന്ന് വിളിച്ചു. ആ ത്രിയക്ഷ എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് ഋക്ഷരാജ ഭാനു പാവകാക്ഷ. ചന്ദ്ര, സൂര്യ, അഗ്നി എന്നീ നേത്രങ്ങളോട് കൂടിയവൻ. അങ്ങനെയുള്ള ഭഗവാനെ തേ നമശിവായ, നിനക്കായിക്കൊണ്ട്, ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.